ജീവിതത്തിന്റെ ഭാഗമായിരുന്ന തുടികൊട്ടിപ്പാട്ട് കലോത്സവ വേദിയിലെത്തുമ്പോൾ കുട്ടികളുടെ മനസ്സ് ആഹ്ലാദത്തിൽ അലതല്ലുകയാണ്. ആദ്യമായി കലോത്സവത്തിൽ പങ്കെടുക്കാനായതിന്റെയും അംഗീകരിക്കപ്പെടുന്നതിന്റെയും ആനന്ദമാണ് ഇവർക്ക്. ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നേടിയ കരുത്തുമായാണ് കോഴിക്കോട് ഈസ്റ്റ് ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പണിയ നൃത്തവുമായി കലോത്സവ നഗരിയിലെത്തിയത്. തൃശ്ശൂരിൽ കലോത്സവത്തിന്റെ ആരവം അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽസ് സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരുമാണ്. പണിയ നൃത്തത്തിൽ അരങ്ങിൽ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യം അധ്യാപകനിലേക്ക് തന്നെ, ഇവരെ പണിയ നൃത്തം പഠിപ്പിച്ച അധ്യാപകനിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് ഒരു പ്രതീക്ഷകളൊക്കെ, എങ്ങനെയാണ് വലിയ പ്രതീക്ഷകളോടൊക്കെയാണ് എത്തിയിട്ടുള്ളത്? എന്താണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത? അത് ഒരു വലിയ ടീമിന്റെ ഉത്തരവാദിത്വമായിരുന്നു ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത്. അപ്പം ഇതിൽ 6ഓളം ഈ പണിയ സമുദായത്തിലെ കുട്ടികളുണ്ട്. അപ്പം പല ടീമുകളും കുഞ്ഞുങ്ങളുടെ അടുത്തും പാരന്റ്സും ഒക്കെ പൈസ കൊടുത്തിട്ടാണ് ഈ പറയുന്ന കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്, അതും വലിയ തുക. പക്ഷെ ഇത് സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും മറ്റുമൊക്കെ പിരിച്ച് കുട്ടികളെ ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഹയർ സെക്കൻഡറി ആണ്. ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ അരങ്ങിലേക്ക് എത്തുന്നത്. എന്ത് തോന്നുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ? അതായത് ഗോത്രനൃത്തം കഴിഞ്ഞ വർഷമാണ് ഈ കലോത്സവ വേദിയിൽ എത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞ വർഷം ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ വർഷം ശരിക്ക് കുട്ടികൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും കളിയാണെങ്കിലും അതിന്റെ തനത് രീതിയിൽ കുട്ടികൾ അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് ഇട്ട് ക്ലാസ്സൊക്കെ മിസ്സാക്കി വലിയ രീതിയിൽ അത് ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കലോത്സവ വേദികളിൽ ഒരു പണാഡംബരം എപ്പോഴും ഉണ്ട്. മറ്റ് മോഹിനിയാട്ടം, കുച്ചിപ്പുടി അതുപോലുള്ള ഐറ്റങ്ങൾക്കെല്ലാം ഇത്തരത്തിലൊരു പണത്തിന്റെ ഒരു ആഡംബരം എപ്പോഴും ഉണ്ട്. പക്ഷെ ഗോത്രകലകൾക്ക് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ തവണത്തിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇത്തരം കലകൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനത്തെ എങ്ങനെയാണ് ടീച്ചർ? പണത്തിന്റെ ആധിപത്യം മറ്റു കലകളെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. പക്ഷെ നമുക്കൊരു ടീം വർക്ക് വരുന്ന സമയത്ത് അതിനെ തനതായ രീതിയിൽ അവതരിപ്പിക്കപ്പെടാൻ ഒരവസരം കിട്ടുന്നു എന്നത് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. കാരണം പലപ്പോഴും തനതായൊരു ചുവടുകൾ ഉണ്ടാവുമോ എന്നത് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും. പക്ഷെ ഞങ്ങളുടെ കുട്ടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരാൻ കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടും അവരുടെ ജീവിതത്തിലുണ്ട് ആ താളം. അപ്പൊ അത്തരം കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പണം വലിയൊരു ഘടകമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവിടെയാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഒന്നടങ്കം ഒരു തീരുമാനം എടുക്കുന്നതും അതിനെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നത്. പക്ഷെ ഇതിന്റെ എഫേർട്ട് മുഴുവനും കുട്ടികളുടെ ഭാഗത്തു തന്നെയാണ്. അവർ ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്ത് കൃത്യമായിട്ടും ഇടവേളകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസം വളരെ നേരത്തെ വന്ന് വൈകുന്നത് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അത് കണ്ടെത്താൻ ഞങ്ങളെ സർക്കാർ സ്കൂളുകൾക്ക് വലിയ പ്രയാസം നേരിടുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെ പോയാലും ഈ ഡ്രസ്സ്, കോസ്റ്റ്യൂം, അതിന്റെ തനതായ ഓർണമെന്റ്സ്, തുടികളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ എന്നാൽ അത് മറ്റ് കാസി കലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇത്തരം കലകൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. മാത്രമല്ല കുട്ടികൾക്ക് ഇതിലൂടെ മുന്നോട്ട് വരാൻ കഴിയുന്നു. അതിന്റെ ഒരു മെച്ചം അവരുടെ ജീവിത രീതിയിലും അവരുടെ പൊതു ഇടങ്ങളിലും ഒക്കെ അവർക്ക് അതിന് കഴിയുന്നു എന്നത് വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നു എനിക്ക്. കുട്ടികളെ അതിവേഗത്തിലൊന്ന് പരിചയപ്പെടാം. ലക്ഷ്മി. ആദ്യമായിട്ടാണോ സ്കൂൾ കലോത്സവത്തിൽ വരുന്നത്? ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ, ഈ ഒരു സാഹചര്യം ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. മോളുടെ പേരെന്താ? ആര്യ. ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ? എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ച് നമുക്ക് ആദ്യമായിട്ട് സ്റ്റേജ് കളിക്കാൻ വരില്ല, അപ്പൊ അതിലൊരു ഇതുണ്ട്. പ്രൗഡ്. ഗ്രീഷ്മ. ശ്രേയ. കിഷൻ. കിഷനാണ് തുടി കൊട്ടുന്നത് അല്ലേ? നേരത്തെ കുട്ടി നല്ല പരിചയമുണ്ടോ? ഇല്ല. അല്ല, ഒരു അധ്യാപകരുടെ ഒരു സപ്പോർട്ട് കാരണം അല്ലെ ഇത്തരത്തിൽ ഒരു കഴിവൊക്കെ നേടിയെടുക്കാൻ പറ്റി അല്ലേ? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. നിവേദ്. ദിയ. ഫാത്തിമ റൻഹ. വിസ്ന. ബിനീഷ ബാലൻ. വൃന്ദ. നന്ദരാമണി. എത്ര ദിവസത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇത്? സ്കൂൾ നടന്നപ്പോ പ്രാക്ടീസ് ചെയ്ത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തു. അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഈ കലോത്സവ വേദിയിലൊക്കെ എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. എന്നാൽ നമുക്ക് അതിവേഗത്തിൽ ഇവരുടെ ഒരു കലക്കൻ പെർഫോമൻസിലേക്ക് പോകാം. കേരള വിഷൻ ടീമിനോടൊപ്പം ഈ സംഘം ചേരുകയാണ്. ലാസ്റ്റിലുള്ള
ഉച്ചക്കപ്പം വന്നിരിക്കുന്നത് പാലമുണ്ടാപ്പം പാലമുണ്ടാ പരിപ്പ് കറി തൊട്ട് തുടങ്ങാം 3, 2, 1 സ്റ്റാർട്ട് ഇഞ്ചിക്കാട്ടിൽ ഒരിക്കൽ ജീവിതത്തിന്റെ താളമായിരുന്ന ഈ താളം ഇപ്പോൾ കലോത്സവ വേദിയിലും എത്തുകയാണ്. അതിന്റെ ആകാംക്ഷയും അതിന്റെ സന്തോഷത്തിലുമാണ് ഇവർ.